എല്ലാവർക്കും നമസ്കാരം. വായിച്ചാലും തീരാത്ത പുസ്തകത്തെ പറ്റിയും എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ പ്രകൃതിയെക്കുറിച്ചാണ് എങ്ങനെയൊക്കെ പറയണേ. എന്നാൽ പിന്നെ നമുക്കിന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ ഗൗരി. എല്ലാവർക്കും മൈൻഡ് ട്രീയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആനിമൽ പ്ലാനറ്റിൻ്റെയും BBC എർത്തിൻ്റെയും ഒക്കെ ഡോക്യുമെൻ്ററികൾ കാണുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇതുപോലത്തെ അത്ഭുത കാഴ്ചകൾ കാണാൻ ആമസോൺ കാടുകളിലും മസായിമാരയിലും അന്റാർട്ടിക്കയിലും ഒക്കെ പോകേണ്ടി വരുന്നതാണ്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് പറമ്പിലും പൂന്തോട്ടത്തിലും ഒക്കെ നോക്കിയാൽ തന്നെ കുറേ അത്ഭുത കാഴ്ചകൾ കാണാം. അതുപോലത്തെ ഒരു അത്ഭുത കാഴ്ച നമുക്ക് കണ്ടാലോ? ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വീട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടാണ്. അപ്പോൾ ഇപ്പം അമ്മൂമ്മയായാലും പറമ്പിലൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയ കണ്ടന്റ് വല്ലതും ഉണ്ടോയെന്ന് അമ്മൂമ്മയെ നിരീക്ഷിക്കാറുണ്ട്. ഒരു ദിവസം കാലത്ത് അപ്പം അമ്മൂമ്മ ഓടി വന്നിട്ട് പറഞ്ഞു, പാറു ദേ അവിടെ ഒരു കിളിക്കൂടുണ്ട് എന്ന്. ഞാൻ ഓടി വന്ന് നോക്കിയപ്പോൾ അതൊരു തുന്നൽക്കാരൻ പക്ഷിയുടെ കൂടായിരുന്നു. 2 ചെത്തിയുടെ എല്ലാം കൂട്ടി തുന്നിയിട്ടായിരുന്നു ആ കൂട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ വിചാരിച്ചിരുന്നേ ഇല്ല ഇതുപോലെ തുന്നൽക്കാരൻ പക്ഷിയൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ട്. അത് ഇങ്ങനെ കൂട് വെക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴും പക്ഷെ കൂട് ഉണ്ടാക്കണമെന്ന് ഞാൻ കണ്ടില്ല. എന്നാലും ഇതൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞല്ലോ. ഞങ്ങൾ കാണുമ്പോൾ അച്ഛൻകിളി അമ്മക്കിളിയും കൂടി കുഞ്ഞിക്കിളിക്ക് ഒരു ബെഡ് ഉണ്ടാക്കായിരുന്നു. ചകിരിനാരും പഞ്ഞിയും തൂവലൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ ഞാൻ കിളിക്ക് ഒരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ബഡ്സിൻ്റെ പഞ്ഞിയൊക്കെ ഇങ്ങനെ പിച്ചെടുത്ത് ആ കൂടിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. പക്ഷേ അവർക്കത് വേണ്ട. അവരത് ദൂരെ കൊണ്ട് കളയുക ചെയ്തത്. കൂടുണ്ടാക്കി കഴിഞ്ഞപ്പോൾ 2 നല്ല മഴ പെയ്തു. പക്ഷേ കൂടിനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് 3 ദിവസം കൊണ്ട് അമ്മക്കിളി 3 മുട്ടയിട്ടു കൂടിനകത്ത്. അത് കഴിഞ്ഞിട്ടും നല്ലൊരു മഴ പെയ്തു. പക്ഷേ ആ മഴയത്തൊക്കെ അമ്മക്കിളി ഈ കൂടിനകത്ത് അടയിരിക്കുകയായിരുന്നു. അമ്മക്കിളി അച്ഛൻകിളിയും പുറത്തു പോയി തക്കം നോക്കിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ എടുത്തത്. ഇതൊരു കുഞ്ഞു മുട്ടയാ. ഏകദേശം കാടമുട്ടയുടെ ഒരു പകുതി വലിപ്പമൊക്കെ ഇതിനുണ്ടാവുള്ളൂ. ഇത് ഞങ്ങൾ മതിലിൻ്റെ അപ്പുറത്ത് നിന്ന് എടുത്ത വീഡിയോ ആണ്. പക്ഷേ അമ്മക്കിളിക്ക് എന്തോ അപകടം തോന്നിയിട്ട് അമ്മക്കിളി അപ്പം തന്നെ പറന്നുപോയി. പിന്നെ ഞങ്ങൾ അധികം നോക്കാറില്ല, അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ട്. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ നോക്കിയപ്പോൾ അച്ഛൻകിളിയും അമ്മക്കിളിയും കൂടി കൂടിൻ്റെ അടുത്തുനിന്ന് പറന്നു പോണ കണ്ടു. അപ്പോൾ ഞങ്ങൾ മുട്ട കാണാന്നുള്ളൊരു തരത്തിൽ കൂടിൻ്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ കൂടിൻ്റെ ഉള്ളിൽ ഒരു മുട്ട പോലും ഇല്ല. അപ്പോൾ ഞങ്ങൾ ആകെ കുറേ നേരം അത് തന്നെ ആലോചിച്ചു, ആരായിരിക്കും ഇത് എടുത്തതെന്ന്. പിറ്റേ ദിവസം നോക്കിയപ്പോഴാണ് കള്ളനെ കണ്ടത്. ഒരു ഉപ്പനായിരുന്നു അത്. ഉപ്പൻ പിറ്റേ ദിവസം വന്ന് ഈ കൂട് ആകെ പൊളിച്ചു. ഇതാ ഉപ്പൻ്റെ കുട്ടിയാ. ഇവർ രണ്ടുപേരും കുറച്ച് ദിവസമായിട്ട് ഈ ഭാഗത്ത് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ആ ഉപ്പൻ പൊളിച്ച് കളഞ്ഞ കൂടൊന്ന് കണ്ടാലോ? ഉപ്പൻ ഇതുപോലെ വേറെ കിളികളുടെ മുട്ടയും കിളിക്കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് തിന്നാറുണ്ട്. അല്ലെങ്കിൽ ഈ കുഞ്ഞിക്കിളി കൂട് വെച്ചിരുന്ന സ്ഥലം അത്ര സേഫ് ആയിരുന്നില്ല. കാരണം ഇവിടെ നിറയെ പൂച്ചകളാണ്. അഥവാ ആ മുട്ട വിരിഞ്ഞിരുന്നെങ്കിൽ കുഞ്ഞിക്കിളികളുടെ ഒച്ച കേട്ട് പൂച്ച എന്തായാലും അവരെ പിടിച്ചേനെ. ആ പേടിയിലായിരുന്നു ഞങ്ങൾ. ഇനി നമുക്ക് ആ കിളികളെന്ന് കാണാം, അവരുടെ ശബ്ദവും കേൾക്കാം. അപ്പോൾ ഞാനാകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ആ കിളിയുടെ മുട്ട പോയില്ലേ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊക്കെ പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ചിലപ്പോൾ ഈ കിളി ആദ്യമായിട്ടായിരിക്കും മുട്ടയിട്ടുണ്ടാവുക. ഈ കിളിക്ക് ഭയങ്കര വിഷമമായി ഉണ്ടാവുമല്ലോ. പക്ഷെ ആ കിളി ഒരു ഇത്തിരി നേരം കൊണ്ട് അത് മറന്നു പോവും. അപ്പോൾ നമ്മളും അതുപോലെ മറക്കണം എന്നാണ് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം വായിക്കേണ്ട പുസ്തകം പ്രകൃതിയാണെന്ന് പറയണേ. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അറിവുകളാണ് ഏറ്റവും മികച്ച പാഠങ്ങൾ. ഇനി ഞാൻ നിങ്ങൾക്കൊരു പുസ്തകം പരിചയപ്പെടുത്താം. ഇതിൻ്റെ പേര് കേൾക്കാൻ തന്നെ നല്ല രസമാണ്. വായിച്ചാലും തീരാത്ത പുസ്തകം എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഇത് പുറത്തിറക്കിയിരിക്കുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. ഇത് എഴുതിയിരിക്കുന്നത് പ്രൊഫസർ S. ശിവദാസ് സാറാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ 18ാം പതിപ്പാണ്. ഇത് ശരിക്കും കുട്ടികൾക്ക് വേണ്ടി എഴുതിയേക്കുന്നതാണെങ്കിലും എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം കൂടിയാണിത്. ഇനി ഞാൻ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ഒന്ന് വായിക്കാം. ഒരു കഴുത കഥ. കുട്രു ട്രൂ. ഞാൻ കണ്ട നാടകം. ജയനെ പാമ്പു കടിച്ചു. നീർക്കോലി പിടുത്തം. മാൻ സിംഹക്കളി. സർപ്പക്കാവിലെ രഹസ്യങ്ങൾ. പാമ്പുകളി. വാൽമാക്രി വളർത്തൽ.
മിമിക്രി മത്സരം, വായിച്ചാലും തീരാത്ത പുസ്തകം, പുതിയ വിശേഷങ്ങൾ. ഈ പുസ്തകത്തിനെ കുറിച്ച് ശിവദാസ് സാറ് തന്നെ പറഞ്ഞ ഒരു കുഞ്ഞു പാരഗ്രാഫ് ഞാൻ വായിക്കാം. ആകെ 4 വരിയേ ഉള്ളൂ. പ്രകൃതി നശിച്ചാൽ മനുഷ്യനും നശിക്കും. വളരുന്ന തലമുറയ്ക്ക് ഈ ബോധം ഉണ്ടാകണം. പ്രകൃതിയെയും അതുവഴി മനുഷ്യരെയും രക്ഷിക്കാൻ ഭാവിയിൽ രംഗത്തിറങ്ങേണ്ടവരാണ് ആ കുട്ടികൾ. അവർക്ക് പ്രകൃതി ബോധമുണ്ടാകാൻ ഈ പുസ്തകം ഒരളവ് വരെയെങ്കിലും സഹായിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അപ്പോൾ അതാണ് ആ പുസ്തകത്തിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ലൂക്ക ഒരു പുതിയ മത്സരം തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. വാവാ തീപ്പു എന്നാണ് അതിൻ്റെ പേര്. പ്രകൃതി നിരീക്ഷണം എന്ന അതിൻ്റെ സബ്ജക്റ്റ്. കൂടുതൽ വിവരങ്ങൾക്ക് ലിങ്ക് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിയുന്ന കൂട്ടുകാരൊക്കെ ആ മത്സരത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഞങ്ങളിവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.